ലോട്ട്. അപ്പോൾ നമ്മൾ കുറേ നാളായി നമ്മൾ വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്തിട്ട്. ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ 2-3 ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ. മ്യൂസിക് സിസ്റ്റം പ്രോപ്പർ ആയാലേ എനിക്ക് ദേവസ്ഥാനത്തെ അറിയാൻ പറ്റത്തുള്ളൂ എന്നാ പറഞ്ഞ ഫ്രേസിന് ഞാൻ എതിരെ പറയുവാണ്. വേറെ ഒന്നുമല്ല, ഞങ്ങൾ മ്യൂസിക് സിസ്റ്റം ദേവസ്ഥാനത്തോട് ഒരു കണക്ഷനും ഇല്ല. മ്യൂസിക് സിസ്റ്റം പ്രോപ്പർ ആയാലും എനിക്ക് ദൈവസ്ഥാനത്ത് അറിയുമെന്ന് ഞാൻ പറയത്തില്ല. കാരണം നമ്മൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അറിയണമെന്ന് എന്ന് വിചാരിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും. സോ നമ്മൾ പൂർണ്ണ മനസ്സോടെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് ദൈവസ്ഥാനത്തെ നമുക്ക് അറിയാൻ പറ്റും. അപ്പം അത് മാത്രമല്ല, മ്യൂസിക് സിസ്റ്റം നല്ലതാണ്. മ്യൂസിക് സിസ്റ്റത്തെ എതിര് പറയുമല്ല. കാരണം ചിലർ പറഞ്ഞ കാര്യം മ്യൂസിക് സിസ്റ്റം പ്രോപ്പർ ആയാലേ ദേവസ്ഥാനത്ത് അറിയാം. അത് തന്നെ ഫോൾസ് ആണ്. ഇവരില്ലാതെ പഴയ നിയമത്തിൽ നമ്മൾ ദാവീദിനെ പറ്റി പറയാം. ദാവീദിന് അവിടെ എന്തോ കീബോർഡ് ഉണ്ടായിരുന്നോ, ഗിറ്റാർ ഉണ്ടായിരുന്നോ? ഒന്നും ഇല്ലായിരുന്നു. കൈത്താളം മേളത്തോടെയായിരുന്നു കർത്താവിനെ അവർ ആരാധിച്ചത്. സോ ഞാൻ അവിടെ ദൈവസ്ഥാനത്തെ ദാവീദ് അറിഞ്ഞില്ലേ? സോ അപ്പോൾ അവിടെ മ്യൂസിക് സിസ്റ്റം പ്രോപ്പർ ആയിരുന്നോ? അല്ലേ? സോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ അവിടെ എല്ലാം കർത്താവിൻ്റെ സാന്നിധ്യം അറിയാൻ സാധിച്ചു. അപ്പോൾ അതിനർത്ഥം എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, മ്യൂസിക് സിസ്റ്റം പ്രോപ്പർ ആയില്ലെങ്കിലും കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് അറിയാൻ പറ്റും. കർത്താവിൻ്റെ പ്രസൻസ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്. സോ അങ്ങനെ നിങ്ങൾ ആ ചിന്തകൾ മാറ്റുക. സോ ഇതെല്ലാവർക്കും ഇത് മനസ്സിലായാലും വിചാരിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.